ഹായ് കൂട്ടുകാരെ, സുഖം തന്നെയല്ലേ? ഇന്നത്തെ യാത്ര കോടാപ്പറമ്പ് മക്കാം ഉറൂസിലേക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും മഴയില്ലായിരുന്നു. മഴയ്ക്ക് പെട്ടെന്ന് പെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാം കേട്ടോ. കയ്യിലുള്ള കുഞ്ഞിയും പുറത്തുള്ള മഴയും കൂടി ഒന്നിച്ചാൽ വീഡിയോ എടുപ്പ് തകൃതിയായി നടക്കും. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. നിൽക്കൂലാന്ന് കണ്ടപ്പോൾ കുട്ടിയെടുത്ത് പള്ളീന്റെ സൈഡിലേക്ക് ആയതിനാൽ ഒരുപാട് പേര് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. സൈഡിൽ നിന്ന് അന്നദാനം നൽകുന്നുണ്ട്. മഴ മുൻകൂട്ടി കണ്ടവർ കുടയുമായി എത്തിയിട്ടുണ്ട്. നല്ല ചൂടിന് ഈ മഴ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ ആശ്വാസം തോന്നി. ഇവിടെ എല്ലാ മതസ്ഥരിൽപ്പെട്ടവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂർ ഞാൻ ഇവിടെ മഴയും കണ്ടിരുന്നു. ഇതിന്റെ തൊട്ട് പിറകിൽ തന്നെയാണ് മക്കാമുള്ളത്. അവിടേക്ക് ഞാൻ നടക്കുകയാണ്. ഇവിടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ നല്ല തിരക്കുണ്ട്. പുറത്ത് ചെരുപ്പഴിച്ചു വെച്ച ശേഷം ഞാൻ ഉള്ളിലേക്ക് കടന്നു. യാസീൻ ഓതി സിയാറത്ത് ചെയ്തു. വലിയുല്ലാഹി എന്നിവരുടെ മഖ്ബറ. വർഷത്തിൽ 7 ദിവസമാണ് ഇവിടെ ഉറൂസ് പരിപാടി നടത്തുന്നത്. ഞാൻ ഏപ്രിൽ 30 അവസാന ദിവസം അന്നദാന ദിവസമാണ് എത്തിച്ചേർന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വെള്ളം മൂടുന്നതായിട്ട് കാണാം. കുറെ പേര് അവരുടെ നേർച്ച നിറവേറ്റുന്നതായി കാണാം. ഇങ്ങനെ നേർച്ചയാക്കുന്ന ഈ വെള്ളത്തുണിയാണ് നമ്മൾ നേരത്തെ മക്കാമിന്റെ മുകളിൽ ചുറ്റപ്പെട്ടിട്ട് ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ വീണ്ടും തിരിച്ചു നടന്നു. കുടിവെള്ളവും വേണ്ടവർക്ക് കട്ടൻ കാപ്പിയും നൽകുന്നുണ്ട്. മഴ നിന്നിട്ടുണ്ട്. മഴ നിന്നിട്ടുള്ള ആകാശം മനോഹരമാണ്. വാങ്ങിക്കൊടുത്തപ്പോഴേക്കും മഴ നിന്നു. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. കസേരകളൊക്കെ മഴ പെയ്തതിനാൽ നനഞ്ഞിട്ടുണ്ട്. ഇന്ന് 8 മണിക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി കടലുണ്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദിക്റ് ദുആ മജ്ലിസാണ് ഉള്ളത്. പരിപാടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വർഷം തോറും നടത്തി വരാറുള്ള മഹത്തായ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ചന്തയിലേക്ക് ഇറങ്ങി. മഴ പെയ്തതിനാൽ മൊത്തം ചളിയാണ്. ഉറൂസുകളിൽ നമ്മൾ പതിവായി കാണുന്ന എല്ലാ പലഹാരങ്ങളും നമുക്ക് ഇവിടെ കാണാം. സപ്ത നിറങ്ങളുള്ള അലുവ കിട്ടണമെങ്കിൽ നമുക്ക് ഉറൂസിന് വന്നാൽ മതി. പുതിയ അറിവാണ് കേട്ടോ. നോട്ട് ചെയ്തോ. ഓരോന്നിനും ഓരോ ഫ്ലേവറാണ്. അങ്ങനെ ഹലുവയ്ക്ക് ഓരോന്നായി ടേസ്റ്റ് ചെയ്ത് നമ്മൾ 1 കിലോ വാങ്ങിച്ചു. അവിടെ നിന്നും നടന്നു. പിന്നെ എൻ്റെ തക്കിടുവിന് ഒരു പാവ മേടിച്ചു കൊടുത്തു. ഇവിടെ തൊപ്പിയും അത്തറും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട് കുറേ. അതൊന്നും വാങ്ങിച്ചിട്ടില്ല, നേരെ നടന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റേഷനറി കടകളാണ് കൂടുതൽ. മാല, വള, പൊട്ട്, പാവ എന്നിങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എൻ്റെ മോൾക്ക് ഞാൻ വളയും ഒരു മോതിരവും മേടിച്ചു കൊടുത്തു. കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ മഴയത്തുള്ള എഫേർട്ടിന് എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ബൈ.